CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി എം രാജഗോപാലൻ MLA തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 9 പേർ പുതുമുഖങ്ങൾ. നിലവിലെ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉൾപ്പെടെ 7 പേരെ ഒഴിവാക്കി. ഷഫീഖ് നസ്രുള്ള വിശദാംശം നൽകും. ഷഫീഖ്, എങ്ങനെയാണ് പുതിയ സെക്രട്ടറിയെയും മറ്റു ഭാരവാഹികളെയും തെരഞ്ഞെടുത്തത്? CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി എം രാജഗോപാലൻ MLA തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് ഐക്യകണ്ഠേനയായിരുന്നു എന്നാണ് നിലവിലുള്ള ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ സൂചിപ്പിക്കുകയുണ്ടായി. തൃക്കരിപ്പൂർ MLA ആണ് നിലവിൽ. രാജഗോപാലനും അതോടൊപ്പം തന്നെ CH കുഞ്ഞമ്പു ഉദുമ MLA-യും ആയിരുന്നു നേരത്തെ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേട്ടിരുന്നത്. ഒടുവിൽ നടന്ന ചർച്ചയിൽ എം രാജഗോപാലിനെ തന്നെ സെക്രട്ടറി ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഐക്യകണ്ഠേനയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത് എന്ന് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു. മറ്റ് കൂടുതൽ ചർച്ചകൾ ഇത്തവണയുണ്ടായി. അതോടൊപ്പം തന്നെ കാസർഗോഡിന്റെ വികസനം ഉൾപ്പെടെ ചർച്ചയാവുന്ന രൂപത്തിലുള്ള പ്രമേയങ്ങളും ഉണ്ടായി. ഇത്തരം സമ്മേളനത്തിലുണ്ടായ പ്രമേയങ്ങൾ അത് നേടിയെടുക്കുന്നതിനാവശ്യമായി സർക്കാർ തലത്തിലും സമ്മർദ്ദം ചെലുത്തും. എൻഡോസൾഫാൻ വിഷയത്തിലടക്കം ഉള്ള വിഷയങ്ങളിൽ പ്രമേയം വന്നിരുന്നു. മെഡിക്കൽ കോളേജ് പൂർത്തിയാവാത്തത് സംബന്ധിച്ചുള്ള പ്രമേയം, അതുപോലെ കാസർഗോഡ് ജില്ലയിലെ റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി സർക്കാരിനോട് നേരിട്ട് കാസർഗോഡ് പിന്നാക്കമാണ് എന്ന് പരാമർശിക്കുന്ന പ്രമേയങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം രാജഗോപാലൻ MLA സൂചിപ്പിക്കുകയുണ്ടായി. കടുത്ത വിമർശനങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ജില്ലാ സമ്മേളനത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അവരുടെ പെരുമാറ്റങ്ങളും ചില ഇടപെടലുകളും പരാമർശങ്ങളും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായി എന്നതടക്കമുള്ള വിഷയങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ശക്തമായ ശക്തികേന്ദ്രമായ സ്ഥലങ്ങളിൽ നിന്നുള്ള എം രാജഗോപാലൻ, തൃക്കരിപ്പൂർ, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയുണ്ടായിരുന്നു. ഈ വോട്ട് ചോർച്ചയടക്കം ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത ആ മേഖലയിൽ പാർട്ടിയെ വീണ്ടും ശക്തിപ്പെടുത്തുക എന്നതാണ് പാർട്ടിയുടെ ദൗത്യമായി മുന്നിലുള്ളത്. അതോടൊപ്പം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ പാർട്ടിയെ കൂടുതൽ കേഡറുള്ള ഒരു ശക്തിയുള്ള പാർട്ടിയാക്കും എന്ന് എം രാജഗോപാലൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ശരി ഷഫീഖ്. പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് EP ജയരാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. സഖാവ് രാജഗോപാലിനെ ഐക്യകണ്ഠേന ജില്ലാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത് വിവരം കൂടി അറിയിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ തെക്കൻ മേഖലകളിൽ സുശക്തമായ ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. വടക്കൻ മേഖലയിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനം സജീവമായി പ്രവർത്തിക്കുന്നത്. ഇതര ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ ജില്ലക്കേറെ വ്യത്യസ്തതകളും സവിശേഷതകളുമുണ്ട്. 7ഓളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ്. അപ്പോൾ വരുന്ന നാളുകളിൽ എല്ലാ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും ബഹുജനങ്ങൾക്കിടയിലെ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും പ്രാപ്തരായ നൂറുകണക്കിന് കേഡർമാരുണ്ടായാൽ മാത്രമേ നമുക്കിനിയും തെക്കൻ മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ വടക്കൻ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സുശക്തമായ പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIM-ന് മാറാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിനെല്ലാം സഹായകരമായ 33ഓളം ഭാവി പരിപാടികൾ ഈ സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ദൈനംദിന വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്.